PV Anwar MLA തൃണമൂൽ കോൺഗ്രസിൽ ദേശീയ സെക്രട്ടറി അഭിഷേക് ബാനർജിയുടെ നേതൃത്വത്തിൽ അംഗത്വമെടുത്തു. UDFിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത്. വിവരങ്ങളുമായി ശിവദാസ് കർമ്മനം ചേരുകയാണ്. ശിവദാസ്, ഒടുവിൽ തൃണമൂൽ കോൺഗ്രസിലേക്കാണ് PV അൻവർ എത്തിയത്. എപ്പോഴായിരുന്നു അംഗത്വം സ്വീകരിച്ചത്? മറ്റു വിവരങ്ങൾ കൂടി. PV അൻവർ MLA ഇപ്പോൾ ബംഗാളിലെ കൊൽക്കത്തയിൽ ആണുള്ളത്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ബംഗാളിൽ എത്തിയത്. അതിന് തൊട്ടു മുൻപ് തിരുവനന്തപുരത്ത് UDFിലെ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. പക്ഷേ UDF പ്രവേശനം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, പ്രയാസമായിരുന്നു. കാരണം അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് UDFിലെ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനെ തുടർന്നാണ് PV അൻവർ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൽ ചേരാനുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. അംഗത്വം എടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ PV അൻവർ അംഗത്വം എടുത്തില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കുന്നത് തൃണമൂൽ കോൺഗ്രസിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ ദേശീയ സെക്രട്ടറി അഭിഷേക് ബാനർജിയാണ് PV അൻവർ തൃണമൂൽ കോൺഗ്രസിനോടൊപ്പം ചേർന്നിട്ടുണ്ട് എന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം ഇട്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ അടക്കം അദ്ദേഹം ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. മുൻപും അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിലെ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. പക്ഷെ അത് കാര്യമായ വിജയത്തിൽ എത്തിയിരുന്നില്ല. നമുക്കറിയാം, PV അൻവർ പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ടാണ് LDFിൽ നിന്നും പുറത്തായത്. പിന്നീട് അദ്ദേഹം DMK എന്ന പാർട്ടി രൂപീകരിച്ചു. തമിഴ്നാട്ടിലെ DMKയുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നൊരു പാർട്ടി രൂപീകരിച്ചത്. പക്ഷേ തമിഴ്നാട്ടിലെ DMK നേതാക്കളുമായി ചർച്ച നടത്തിയെങ്കിലും അത് പരാജയമായി. കാരണം DMK അധ്യക്ഷൻ സ്റ്റാലിൻ, നിലവിലെ മുഖ്യമന്ത്രി കൂടിയായ സ്റ്റാലിൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത സുഹൃത്ത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ട് LDFിൽ നിന്നും പുറത്തുപോയ PV അൻവറിനെ DMKയുമായി യോജിച്ച് പ്രവർത്തിക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. DMK PV അൻവറിനെ ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല തമിഴ്നാട്ടിലെ. അതുകൊണ്ടാണ് പിന്നീട് അദ്ദേഹം ബംഗാളിലെത്തി തൃണമൂൽ കോൺഗ്രസുമായി ചർച്ച നടത്തിയത്. പിന്നീട് അത് ഏകദേശം മാസങ്ങൾക്ക് മുൻപ്, പക്ഷെ ആ ചർച്ച പൂർണ്ണമായും വിജയിച്ചിരുന്നില്ല. അതിനുശേഷം